So guys, welcome back to our channel. So നമ്മുടെ ഗ്രാഫ് സിടെക്കിന്റെ നമ്മുടെ ഗ്രാഫ് തിയറിയുടെ മൂന്നാമത്തെ വീഡിയോ ഇത് മൊഡ്യൂൾ 3 നമ്മൾ പ്രിംസ് അൽഗോരിതം നേരത്തെ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൽഗോരിതമാണ് ഡൈജക്സ്ട്ര അൽഗോരിതം. ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് ഡൈജക്സ്ട്ര അൽഗോരിതം. സോ ഇത് മെയിൻലി ഇത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ the shortest distance of path from starting node to the target node. ഒരു നോഡ് തന്നിരിക്കും, ഇന്ന നോഡ് എന്ന് വെച്ചാൽ A to T. ആ നോഡ് വരെ ആ A to T വരെയുള്ള ഡിസ്റ്റൻസിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത്, അതും ഇങ്ങനെ വെയ്റ്റഡ് ഗ്രാഫ് ആയിരിക്കും തന്നിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ഡൈജക്സ്ട്ര അൽഗോരിതത്തിൽ പറയുന്നത്. സോ ഹൗ ടു ഡു ദിസ് algorithm can be seen in this video, and if you like this video, like, share and subscribe. So don't wait, let's move into the video. So നമ്മുടെ ഡൈജക്സ്ട്ര അൽഗോരിതത്തിൽ ചിലപ്പോൾ നമ്മുടെ ഡൈജക്സ്ട്ര അൽഗോരിതം എന്താണ് ചോദിക്കും, വാട്ട് ഈസ് ഡൈജക്സ്ട്ര അൽഗോരിതം. സോ അതെന്താണ് ഒന്ന് ജസ്റ്റ് എഴുതുക എന്ന് വെച്ചാൽ ഇറ്റ്സ് algorithm that is used to find out the shortest path from a starting node to a target node. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് സ്റ്റെപ്സ് എളുപ്പമായിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലായാൽ നമുക്ക് സ്റ്റെപ്സ് ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ ഇംഗ്ലീഷിൽ വേർഡിങ്സിൽ എഴുതാവുന്നതാണ്. സോ നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം S to T യൂസിങ് ഡൈജക്സ്ട്ര അൽഗോരിതം. സോ ഇവിടെ S ആണ് എന്തോന്ന് സ്റ്റാർട്ടിംഗ് നോഡ് ആൻഡ് ദ ടാർഗറ്റ് നോഡ് ഈസ് T. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ്. ഇതിൽ നിന്ന് വേണം നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കേണ്ട യൂസിങ് ഡൈജക്സ്ട്ര അൽഗോരിതം. സോ ഇവിടെ S സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് T is the opposite point, that is T is the target node. Okay, so how will you find this shortest path using ഡൈജക്സ്ട്ര അൽഗോരിതം എന്ന് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഈസി സ്റ്റെപ്പിലൂടെ നമുക്കിത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതായിരിക്കും. സോ നമുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു. എസിൽ നിന്ന് ടി വരെയുള്ള ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കണം. നമ്മൾ വെയിറ്റ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഗ്രാഫിൽ. അതേപോലെ നമ്മൾ ആൻസർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ടേബിൾ ഫോം ചെയ്യുന്നു. ഒരു സ്റ്റെപ്സും അത് തന്നെ നമ്മൾ എല്ലാ നോട്ട്സും എഴുതിയിട്ടുണ്ട്. SABCDT ഇങ്ങനെ ഇത്രയും എല്ലാ നോഡിന്റെ പേരും എഴുതിയിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഇനിഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? എസിൽ നിന്നാണ്. അപ്പോൾ എസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എസിന്റെ വാല്യൂ എന്തായിരിക്കും? 0. എസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എസിന്റെ വാല്യൂ എന്തായിരിക്കും? 0. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ എഴുതാൻ പോണേന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് എസിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ S ആണ് സ്റ്റാർട്ടിങ്. എസിൽ നമ്മൾ എന്ത് വാല്യൂ കൊടുക്കും? 0 വാല്യൂ കൊടുക്കും. സോ S ബിക്കം 0. ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ. എസിൽ നിന്ന് എയിലോട്ട് പോവാം, എസിൽ നിന്ന് ബിയിലോട്ട് പോവാം, എസിൽ നിന്ന് ടിയിലോട്ട് പോവാം, എസിൽ നിന്ന് CBD ഇതിലെല്ലോട്ട് പോവാം. ഇതിലെല്ലാത്തിലും പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് എസിൽ നിന്ന് എയിലോട്ട് പോകാൻ ഇൻഫിനിറ്റി ഡിസ്റ്റൻസ് ആണ്. 0യിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം? 0 ആണെങ്കിൽ ആദ്യത്തെ കോളം മൊത്തം, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ABCDT എല്ലാ നോഡും എന്തായിരിക്കണം? ഇൻഫിനിറ്റി. സോ ബാക്കി എല്ലാത്തിനും നമ്മൾ എന്ത് കൊടുക്കും? ഇൻഫിനിറ്റി വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. ഈ സ്റ്റെപ്പ് ഫസ്റ്റ് എസിന് 0 വാല്യൂ ഇനിഷ്യൽ വാല്യൂ കൊടുത്തിട്ട് നെക്സ്റ്റ് ബാക്കിയുള്ള നോട്ട്സിനെല്ലാം നമ്മൾ എന്ത് കൊടുക്കും? ഇൻഫിനിറ്റി വാല്യൂ അസൈൻ ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഗ്രാഫിൽ നോക്കാം. നെക്സ്റ്റ് എസിന്റെ തൊട്ടടുത്തുള്ള അടുത്ത എഡ്ജസ്, എസിൽ നിന്ന് എയിലോട്ട് പോവാം, എസിൽ നിന്ന് സിയിലോട്ടും പോവാം. ഏറ്റവും വെയിറ്റ് കുറവ് 15 എങ്ങോട്ട് പോകാനാണ്? സിയിലോട്ട് പോകാനാണ്. പക്ഷെ നമ്മൾ രണ്ടും കൺസിഡർ ചെയ്ത് 15 നോക്കും 18 നോക്കും. ഇത് രണ്ടും എസിൽ നിന്ന് എയിലോട്ട് പോകാൻ എത്ര വെയിറ്റ് ആണ്? 18. അതാദ്യം നമ്മൾ ടേബിൾ എഴുതുക. അതായത് എസിൽ നിന്ന് എയിലോട്ട് പോകാൻ 18. ഓക്കെ, നേരത്തെ 0 ഉണ്ടല്ലോ, 0 ആയതുകൊണ്ട് അവിടെ ഇനി ഇവിടെ വാല്യൂസ് ഒന്നും വരത്തില്ല. ഈ കോളം ബ്ലാങ്ക് ആയിരിക്കും. ഇവിടെ ഒരു വാല്യൂ അസൈൻ ചെയ്തുകൊണ്ട് ഇനി വാല്യൂസ് വരത്തില്ല. ഇനി എയുടെ അവിടെ 18 പറഞ്ഞു. ഓക്കെ, ഇനി എസിൽ നിന്ന് സിയിലോട്ട് വരെ എത്രയാണ്? 15. അപ്പൊ എസിൽ നിന്ന് സിയിലോട്ട് വരെ എത്രയാണ്? 50. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ എന്തുവാ? ഇൻഫിനിറ്റി. കാരണം എസിൽ നിന്ന് ബിയിലോട്ട് വരെ ഇങ്ങനെയാണ്, ഡയറക്റ്റ് പാത്ത് ഉണ്ട്, കണക്ഷൻ ഇല്ല. സോ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് അവിടെ ഇൻഫിനിറ്റി വന്നത്. ഓക്കെ, ഇൻഫിനിറ്റി പാത്ത് കൊടുത്തു. ഇത് രണ്ടിലും സ്മോളസ്റ്റ് ഏതാണ്? 18 ആണോ 15 ആണോ? ഒബ്വിയസ്ലി ഇത് 15 ആണ് സ്മോളസ്റ്റ്. സോ വി ചൂസ് which one? 15 will choose, and it will mark it, or it will be drawn inside a square box. And the next step will become C നിന്നാണ് 15 shortest path.
So next എങ്ങോട്ടായിരിക്കും? C. Okay. Next, come on to the next steps. Next step ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു? സിയിൽ നിൽക്കുന്നു. S0 ഇനിഷ്യൽ സ്റ്റാർട്ട് ചെയ്തു, ഏറ്റവും സ്മോളസ്റ്റ് ലെങ്ത് നോക്കി 15 ഇനി എസിൽ നിന്ന് ഇനി അടുത്ത സിയിൽ നിൽക്കുകയാണ്. സിയിൽ നിന്ന് അടുത്ത നോഡ് നോക്കാം. ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? സിയിൽ നിന്ന് നെക്സ്റ്റ് നോഡ് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്? സിയിൽ നിന്ന് എസിലോട്ട് ഓൾറെഡി പോയി, സോ അത് നോക്കരുത്. സിയിൽ നിന്ന് എയിലോട്ട്, സിയിൽ നിന്ന് ബിയിലോട്ട്, സിയിൽ നിന്ന് ഡിയിലോട്ട്. നമുക്കിത് മൂന്നും മാർക്ക് എഴുതേണ്ടതുണ്ട്. അപ്പൊ ആദ്യത്തെ സിയിൽ നിന്ന് എയിലോട്ട്. സിയിൽ നിന്ന് എയിലോട്ട് പോകാൻ പറ്റുമോ? സിയിൽ നിന്ന് എയിലോട്ട് പോകാൻ പറ്റുമോ? എത്രയാണ്? 6 ആണ് വാല്യൂ. നമുക്കിവിടെ ഇവിടെ ഓൾറെഡി ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്? 18. സി ഒബ്വിയസ്ലി ഇപ്പൊ എത്രയാണ്? 15 ആണ്. സി ഒബ്വിയസ്ലി 15 ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളിവിടെ എസിൽ നിന്ന് എയിലോട്ട് പോയപ്പോ 0 + 18 ആണ് 18 എഴുതിയത്. അതേപോലെ 0 + 6 സി 15 ആണ് ഈ 15. അതേപോലെ ഇനിയിപ്പോ ഇവിടെ സി എത്രയായിരുന്നു? സിയുടെ വാല്യൂ 15. 15 + 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 + 6 ആണ് വാല്യൂ. 6 അല്ല ചെയ്തത് അല്ലേ? 15 + 6 ഇറ്റ്സ് 21. 21 ലാർജർ ആണ്, അതുകൊണ്ടാണ് ഇവിടെ 18 തന്നെ നമ്മൾ എഴുതിയത്. ഓക്കെ, ഷോർട്ടസ്റ്റ് വാല്യൂ. ഇനി 15 + 14 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 29. 29 ആകുമ്പോൾ ഇൻഫിനിറ്റിയും കണ്ട് വലുതല്ലേ 29. സോ വി ക്യാൻ റൈറ്റ് 29 ഹിയർ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കൂ. ഇപ്പൊ 15 ഉണ്ട്, അതുകൊണ്ട് ഇനി ആ സൈഡ് എന്താ? ബ്ലാങ്ക് ആണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത നോഡാണ്. ഇനി സിയിൽ നിന്ന് ഡിയിലോട്ടുണ്ടോ? 7. സോ 15 + 7 ഇറ്റ്സ് 21. 21 ഇറ്റ്സ് 22. അപ്പൊ ഡിയുടെ അവിടെ എത്ര വരും? 22. സിയിൽ നിന്ന് ടിയിലോട്ടുണ്ടോ? ഇല്ല. സോ ഇറ്റ്സ് ഇൻഫിനിറ്റി. ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായോ? ഓക്കെ, ഇനി ഇത് ഇത്രയും 3 വാല്യൂസ് കിട്ടി. ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ്? ഒബ്വിയസ്ലി എ. സോ എ ബിക്കംസ് ദ നെക്സ്റ്റ് നോട്ട്. It will be inside a square bracket and A will be the next node. Okay. ഇത് ഇവിടെ ആദ്യം എടുത്തതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? അടുത്തും എ ആണ് അടുത്ത നോഡ്. അടുത്ത എയിൽ നിന്ന് അടുത്ത ഏതൊക്കെ പോകും നോക്കുക. എ ഇത് എ ഇസ് ദ പോയിന്റ്. എയുടെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 18. എയുടെ വാല്യൂ 18. 18ൽ നിന്ന് ബിയിലോട്ടുണ്ട്. 18ൽ നിന്ന് സി എടുത്തു, എല്ലാം എടുത്തു. ഇനി 18ൽ നിന്ന് ബിയിലോട്ട് മാത്രമേ ഉള്ളൂ. 18 + 9 what? 18 + 9 it's 27. So b യുടെ വാല്യൂ ചേഞ്ചസ് ടു 27. കാരണം 27 29 കാട്ടി ചെറുതാണ്. So here it becomes 27. And ഡിയിലോട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് തന്നെ എഴുതുക 22 and infinity. Okay, ഇപ്പൊ 22, 27, 22. Which is the smallest one? Obviously it is 22. So we mark it as inside a square bracket for the next node. 22 ഏതാണ്? It's D. So D becomes the next node. Okay, in the next node D ആണെന്ന് അറിഞ്ഞു. D എവിടെ? D here. So D യുടെ വാല്യൂ എത്രയാണ്? 22. 22 is the value. ഇനി D യിൽ നിന്ന് എത്ര നോഡ്സ് പോകുന്നുണ്ട്? D to B, D to T. ഈ 2 നോഡാണ് ഉള്ളത്. D to T 36, D to B 10. ഫസ്റ്റ് D to B നോക്കാം. 22 + 10. What's 22 + 10? It's 32. 32 വരും. 32. It's bigger than 27. ആണ് സ്മോളസ്റ്റ്. സോ 27 തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യാം. കാരണം 32 it's bigger. ഓക്കെ, അപ്പൊ 27 തന്നെ റിപ്പീറ്റ് ചെയ്തു. ബാക്കിയെല്ലാം ബ്ലാങ്ക് ആണ്. ഓക്കെ, ഇനി ടിയുടെ കാര്യം നോക്കൂ. 22 + 36 what? It's 58. 58. ഇൻഫിനിറ്റി ആണോ 58 ആണോ വലുത്? It's obviously 58. So നമുക്ക് 58 എഴുതാം. So here it becomes 58. Obviously 27 is the smallest one. So we take 27 as the next node, that is starting from B. B എത്രയാണ്? 27 ആണ്. So 27 ആയതുകൊണ്ട് നമുക്ക് B കോൺസെൻട്രേറ്റ് ചെയ്യാം. Next one is B. That's the value is 27. Next node നമുക്ക് ഒന്നേ ഉള്ളൂ, അതായത് T. That is 27 + 28. That becomes 55. Here T യുടെ വാല്യൂ 58 ആണ്. 55 ആയ it's smaller than 58. So we take 55. And we take that value as inside a box, and this value becomes the last one, that is T. So the shortest path, that is B, S C A D B T. S C A D B T. This is the shortest path
that we find out using Dijkstra algorithm. So this is the way how to find out the shortest path. Okay. But we know in the graph it is not connected. These are distant from each other. So how to find out the parent node of these? We can uses a thing, that is from A we started from S. Okay, yes, this is the starting point, and from S we goes to 18. So to find out the shortest path, this is the length we going through the weighted on the basis of weighting of the graph. Okay, so next we move on to the find out the shortest path using parent node. So let's come to T. We are moving reversely to T 58. There is 27 and 22. 22 is smallest. So we gone to D. D or B. It's B. So 22 is the length. So next comes B. And next 22, the parent node is 18, that is A. So A, and 18, the parent node is 0, that is S. This is the shortest path that we find out using this. And the weight is 18, 27 and 55. This is the weight. Okay. So when we calculate this, we also get the shortest path by using this. So that is, that's SABT. SABT. We calculate 18, 19. That is 18 plus 19. What? 27. 27 plus 28. It's 52. 52 or 27 plus 28. It's 56. 55. 55. It's 55. So that's we got out the last is 55. So this answer is correct. Okay. So I thought that you understand the concept very well. If you have any doubts, please comment in the comment box. Okay. Next, there is Floyd-Warshall algorithm also, that will be in the next part video. So then bye, goodbye.